അപ്പോ നിങ്ങളെല്ലാരും ഭയപ്പെടുന്നു അല്ലെ? അതായത് ഇവിടുത്തെ ആ ഒരു വിട്ടിത്തരമായ ഗവൺമെന്റിനെയും ജുഡീഷ്യറിനെയും ഈ പറയുന്ന പണക്കാരല്ലേ, അംബാനി, അദാനി, മൾട്ടിനാഷണൽ കമ്പനീസ് ആയിട്ടുള്ള ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ്, എലോൺ മസ്ക് അല്ലെ, ഇവരെല്ലാം നിങ്ങൾക്ക് ഭയമാണ് അല്ലെ? ഞാൻ ഉദ്ദേശിച്ചത് ഈ പറയുന്ന 99% ആൾക്കാരല്ല, അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയ പോലും ഇല്ല. വേൾഡ് എക്കണോമിക് ഫോറമോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന 2030 അജണ്ടയോ ഇതൊന്നും അറിയില്ല. പക്ഷെ 5% ആൾക്കാരിൽ ഞാൻ ഒഴിച്ചു ബാക്കിയുള്ളവർക്കും അറിയാം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, ഈ 2030 ഭൂമി എങ്ങനെ മാറുമെന്നും സമസ്ത കാര്യങ്ങളും എങ്ങനെ ആകുമെന്നും അവർക്കറിയാം. പക്ഷെ ഏറ്റവും ഭാഗ്യത്തിന് ഭഗവാൻ എന്നെയാണ് ഏറ്റവും അവസാനം ഇത് അറിയിച്ചത്. അല്ലെങ്കിൽ ഞാൻ ആ പണ്ട് മുതലേ ഞാൻ ഒരു 24 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സ് വരെ എല്ലാം ജോളിയായിട്ട് തന്നെ നിർണ്ണയിച്ച ഒരാളാണ്. അവിടെ ബിസിനസ് ടെൻഷൻ ഉണ്ടെങ്കിലും ജോളി ആയിരുന്നു. പക്ഷെ ഈ ഒരു ഹാർട്ട് പെയിൻ ഒന്നും ഇല്ല ഇനി. അപ്പൊ ആ ഒരു അവസാന വർഷമായപ്പോൾ ഒരു ഹാർട്ട് പെയിനും എനിക്ക് വന്നു. അതായത് കുഞ്ഞുങ്ങളെല്ലാം കൺമുമ്പിൽ തന്നെ അവർ മരണപ്പെടും, അല്ലെങ്കിൽ ഒരു ഘോരമായ ഒരു അസുഖത്തിലേക്ക് പോയിട്ട് ഒരു ഫാർമസ്യൂട്ടിക്കൽസിന് അടിമയാവും ഇവരെല്ലാം അല്ലെ. നാളെ ഇവർ ആശുപത്രി കിടക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും സാധ്യമാവില്ല. അപ്പൊ ആ ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ അതെനിക്ക് ഉന്മൂലനം ചെയ്യണം. അപ്പൊ ഏറ്റവും അവസാനമായപ്പോൾ അവർ തുറപ്പ് ചീട്ടും ഈ പറയുന്ന റിലാക്സ് ഫോറസ് എന്നുള്ളൊരു സാമ്രാജ്യവും എല്ലാം ഞാൻ കെട്ടിപ്പിടർത്തി, എന്നെ കൊണ്ട് കെട്ടിപ്പിടർത്തിച്ചു. ഓക്കെ, കാലം യൂണിവേഴ്സ് എന്നെല്ലാം പറയാം. അപ്പൊ ഈ സമസ്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ട എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു കുഞ്ഞും നിങ്ങളുടെ കുഞ്ഞും അല്ലെങ്കിൽ ജീവജാലങ്ങളും എല്ലാം എനിക്ക് ഒന്ന് തന്നെയാണ്. അതായത് എനിക്ക് യാതൊരു വ്യത്യാസമില്ല. ഒരു മനുഷ്യക്കുഞ്ഞാണെങ്കിലും ഒരു പൂച്ചക്കുഞ്ഞാണെങ്കിലും ഒരു പ്രാണിയാണെങ്കിലും. അതുകൊണ്ട് തന്നെയാണ് കാടും മേടും എല്ലാം ഞാൻ സംരക്ഷിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം അവർ ആ ഒരു വേൾഡ് എക്കണോമിക് ഫോറം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2030 അജണ്ട വെക്കുമ്പോൾ വിഷ്ണുസ് അജണ്ട, അതിന് ഏറ്റവും വലിയ തമാശ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആൾക്കാരുടെ മൈൻഡ് സെറ്റ്. എന്റെ ഒരു വീഡിയോയിൽ വന്നിട്ട് ഒരാള് അയാൾക്ക് ഈ പറയുന്ന ഗവൺമെന്റ് അതീതിയോ ഈ പറയുന്ന വാട്ടർ പൊല്യൂഷനോ എയർ പൊല്യൂഷനോ ഒന്നും പ്രശ്നമില്ല, ഞാൻ ദ്വാരക യുഗം എന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണോ തന്റെ ആത്മജ്ഞാനം, ദ്വാരക യുഗം എന്ന് പറഞ്ഞു. അതായത് സത്യയുഗത്തിന് വിഷ്ണു യുഗം എന്ന് പേരിട്ടത് ഞാൻ തന്നെയാണ്, ദ്വാപര യുഗത്തിന് ദ്വാരക യുഗം എന്ന് പേരിട്ടത് ഞാൻ തന്നെയാണ്. അപ്പൊ ഇതെല്ലാം എന്റെ സൃഷ്ടികൾ തന്നെയാണ്. അതായത് എന്റെ വായിൽ നിന്ന് എന്ത് വരുന്നോ അത് ഞാൻ പറയും. ഓക്കെ, അപ്പോ ഈ വിഡിത്തരമായ ആൾക്കാർ യാഥാർത്ഥ്യമായിട്ട് അറിയുന്ന പ്രശ്നങ്ങളെല്ലാം അവർ മറക്കും. അതായത് വേറൊരാളെ ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പൊ ഇങ്ങനത്തെ വിഡ്ഢികളെല്ലാം മരണപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം വിഡ്ഢികളെ ഉന്മൂലനം ചെയ്താൽ മാത്രമേ ഇവിടെ സത്യവും ധർമ്മവും ന്യായവും എല്ലാം നമുക്ക് സ്ഥാപിക്കാൻ പറ്റൂ. അതോടൊപ്പം കുഞ്ഞുങ്ങളുടെ സംരക്ഷണം എന്റെ മഹത്തായ ഉത്തരവാദിത്വം തന്നെയാണ്. അതെല്ലാം ഞാൻ നിസ്സാരമായിട്ട് ചെയ്യും. കാരണം ഒരുപാട് വട്ടമായില്ലേ, ഒരുപാട് നാളായി ഈ പറയുന്ന പട്ടിണിയും പരിവട്ടവും അസുഖങ്ങളും വാറും അല്ലെ യുദ്ധവും എല്ലാം തുടങ്ങിയിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഉൾപ്പെടെ യുദ്ധങ്ങൾ അവർ ബ്ലെൻഡ് ചെയ്തു. അപ്പൊ ഇതെല്ലാം നിർത്തണം. ഇതെല്ലാം പണത്തിന് വേണ്ടല്ലേ, പണം ഉടനെ പോകുന്നതാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ, അവർ ആ ഒരു ബാങ്കർസിന്റെ ഏറ്റവും പീക്കാനുള്ള കാര്യം എത്തിക്കഴിഞ്ഞു. അതിപ്പോ നമ്മുടെ മീഡിയസിലെല്ലാം ഫ്ലെക്സിബിൾ ആയിട്ട് കാണുന്നുണ്ട്. അതെല്ലാം എങ്ങനെയാന്ന് ഞാൻ പറയാം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ കുഞ്ഞുങ്ങൾക്കും ഈ പറയുന്ന ജീവജാലങ്ങൾക്കും എല്ലാവർക്കും എതിരെയുള്ള ആ ഒരു അധർമ്മങ്ങൾ ചെയ്ത് പണം അല്ലെങ്കിൽ ഡോളേഴ്സ് അതിന് വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ യങ്സ്റ്റേഴ്സ് എല്ലാം ഈ ഒരു പൂഴങ്കളിയെല്ലാം കളിച്ച് യൂട്യൂബേഴ്സ് എല്ലാം കളിക്കുന്നത് എല്ലാം ആ ഒരു ഡോളറിന് വേണ്ടി തന്നെയാണ്. അപ്പൊ ഇനി 2030 ആ ഒരു 1 മാൻ ഗവൺമെന്റ് ആവുമ്പോൾ ഇവിടെ കറൻസി പാടില്ല. അപ്പൊ അതിനുള്ള ഏറ്റവും വലിയ സ്റ്റെപ്പ് ഇന്ത്യ എന്നുള്ള രാജ്യത്തും അവർ വെച്ച് കഴിഞ്ഞു. ഡിജിറ്റൽ ഐഡി ആ ഒരു 1 മാൻ ഗവൺമെന്റിലുള്ള. അപ്പൊ എല്ലാം നടക്കുന്നതാണ്. ഓക്കെ.